ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് കർഷണവേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ അവരുടെ ലവ് ലൈഫിന് വേണ്ടി, അവരുടെ ലവറിന് വേണ്ടി ആരോടും വഴക്കിടുന്ന ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുന്നത് സമൂഹം എന്ത് വിചാരിക്കും, കുടുംബക്കാർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഫാമിലിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇവർ വച്ചേക്കുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങളും ഇവരും തമ്മിൽ കാസ്റ്റോ കൾച്ചറോ സ്റ്റാറ്റസോ ട്രഡീഷണലോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഭയങ്കര നാണക്കേടായി നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിക്ക്. അപ്പോൾ അത് കാരണം നിങ്ങളുടെ പേഴ്സണോട് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരോട് വഴക്കിടുകയാണ്. കാരണം സ്നേഹം എന്ന് പറയുന്ന അന്തമാണ്. ആ സമയം നമ്മൾ സ്നേഹിക്കുന്ന സമയം നമ്മൾ വേറെ ഒന്നിനും വാല്യൂ കൊടുക്കത്തില്ല. നമ്മുടെ സ്നേഹത്തിന് മാത്രമേ വാല്യൂ കൊടുക്കത്തുള്ളൂ. ആ സമയം നമുക്ക് നമ്മളെ സ്നേഹത്തിന് വേണ്ടി ആരോടും വഴക്കിടാൻ നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. ചില ബന്ധങ്ങൾ കാണത്തില്ലേ അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്ക് ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ഇവർ ഉപേക്ഷിക്കും. അപ്പോൾ സമൂഹത്തിലെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം കാരണം നിങ്ങളുമായിട്ടാണ് ഇവർക്ക് ഇഷ്ടം, അല്ല ഫാമിലിയുമായിട്ട് ഒത്തുചേർന്ന് പോവാത്തത് അവർക്ക് അവരുടേതായ റീസൺ ഉണ്ട്. പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് കണ്ടോ, ഇത്രയും നല്ല പെൺകുട്ടിയെ ചതിച്ചിട്ട് പോയല്ലോ, നല്ല ഒരു പയ്യനായിരുന്നു, അവനെ ചതിച്ചിട്ട് അവൾ പോയല്ലോ കാമുകൻ്റെ കൂടെ, അങ്ങനെയൊക്കെയാണ് സമൂഹം വിലയിരുത്തുന്നത്. അതേപോലെ നിങ്ങളുടെ പേഴ്സണിന് കാരണം ഇവിടെ ഫാമിലിക്കോ അല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ തേർഡ് പാർട്ടിക്കോ ഇവിടെ ഭയങ്കരമായിട്ട് വിഷമമാകുന്നതായിട്ടും സമൂഹത്തിൽ അവർക്ക് നാണക്കേട് ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതൊന്നും നോക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി വഴക്കിടുകയാണ്. കാരണം സ്നേഹം അന്ധമാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ ഇവർക്ക് വേറെ ഒരു സൊല്യൂഷനും കണ്ടില്ല. അതുകൊണ്ടാണ് ഇവർ വഴക്കിടുന്നത് അവരുടെ ഫാമിലിയോട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോട്. അതായത് എനിക്ക് എന്താണോ ശരി ഞാൻ അത് ചെയ്യും, എനിക്ക് പോകേണ്ട വഴി ഞാൻ തീരുമാനിക്കും, അല്ലാതെ മറ്റുള്ളവർ പറയുന്ന വഴി കൂടെ ഞാൻ പോകത്തില്ല. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു രീതിയിലും ഒരു സാക്രിഫൈസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങളെ ത്യജിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കുറച്ചൊരു സെൽഫിഷ്നെസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സെൽഫിഷ് ആകും. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഇമോഷനെ കൂടുതൽ വാല്യൂ കൊടുക്കും. കാരണം ഇമോഷൻ മനസ്സിലാകുമ്പോഴാണ് ഔട്ട് ഓഫ് ലോ പോയി ആക്ഷൻ എടുക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ഇമോഷൻ മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സണും ഏത് റൂൾസും ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം സൊസൈറ്റി, മറ്റുള്ളവർ എന്ത് പറയും, സമൂഹം എന്ത് പറയും, അതിനെക്കുറിച്ചൊന്നും ഇവർ ഇന്നത്തെ ദിവസം ചിന്തിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഇഷ്ടം എന്താണോ അത് ഞാൻ ചെയ്തിരിക്കുന്ന ദിവസം അങ്ങനെയാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഫാമിലി സമ്മതിച്ചാൽ കുഴപ്പമില്ല, ഫാമിലി സമ്മതിച്ചില്ലെങ്കിൽ ഇവർ ഫാമിലിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ ഒരു പേടി നിങ്ങളുടെ പേഴ്സണുണ്ട്. അതായത് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന തീരുമാനം ലാസ്റ്റ് സക്സസ്സിൽ എത്തുമോ എന്നുള്ള പേടിയുണ്ട്. ഇനി എന്തൊക്കെ മോശം സിറ്റുവേഷനാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരേണ്ടത് എന്നുള്ള പേടി ഇവർക്കുണ്ട്. പക്ഷെ ഇവർ എന്തായാലും തീരുമാനത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത്, പേടിയുണ്ടെങ്കിലും. കാരണം ഇവർക്ക് ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷന് പുറത്ത് വന്നേ പറ്റൂ. അതിനുവേണ്ടി ഇവർ സ്റ്റെപ്പ് എടുത്തേ പറ്റത്തുള്ളൂ എന്ന് ഇവർക്കറിയാം. അതിനുവേണ്ടിയാണ് ഇവർ ആ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത്. ഇവിടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എൻഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇമോഷണൽ ഡ്രാമ ഇവിടെ ക്രിയേറ്റ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ പേഴ്സണെ ആ ഒരു തീരുമാനം എടുക്കാതിരിപ്പിക്കുവാൻ വേണ്ടി കരഞ്ഞ് നാടകം കളിച്ച് അവരെ എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫാമിലി അല്ലെങ്കിൽ തേർഡ് പാർട്ടി. പക്ഷേ ഇവിടെ ഫാമിലിയോ തേർഡ് പാർട്ടി എന്ത് മെലോ ഡ്രാമ ക്രിയേറ്റ് ചെയ്താലും അതിലൊന്നും നിങ്ങളുടെ പേഴ്സൺ വീഴത്തില്ല. ലാസ്റ്റ് തീരുമാനം ഇവരുടേതായ തന്നെ ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൺ കാർമിക് ലെസൺ ലേൺ ചെയ്തിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ടൈം പീരീഡിൽ പല കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിൽ നിന്നെല്ലാം പഠിച്ച് ഓരോ ലെസൺ പഠിച്ചിട്ടാണ് ഇവർ പുറത്ത് വന്ന് ഇവർക്ക് വേണ്ടിയുള്ള ആക്ഷൻ ഇവർ എടുക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പല കാർമിക് സിറ്റുവേഷനും റിലീസായി പോവും, അല്ലെങ്കിൽ എൻഡായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് എനർജി. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നോക്കാം, അതിനുശേഷം കോണ്ടാക്ട് സിറ്റുവേഷൻ നോക്കാം. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് 4 മണിക്കൂർ തൊട്ട് 22 മണിക്കൂറിനുള്ളിൽ റെസൊനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്, പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കുറിച്ചുള്ള നല്ല വാക്കുകൾ മറ്റൊരാളടുത്ത് പറഞ്ഞതായിട്ട് മറ്റൊരാൾ മുഖേന നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതായിട്ട് വേറൊരു വ്യക്തി മുഖേന നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് നിൻ്റെ പേഴ്സൺ നിന്നെക്കുറിച്ച് എന്നോട് സംസാരിച്ചു, നിങ്ങളെ കുറിച്ച് നല്ലതാണ് പറഞ്ഞത്, എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടോ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ അവരുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് വേറൊരു വ്യക്തി നിങ്ങളോട് പറയാണ്, അവർ ഇന്നലെ ഇങ്ങനത്തെ സ്റ്റാറ്റസാണ് ഇട്ടത്, ഫേസ്ബുക്കിൽ ഇങ്ങനത്തെ പോസ്റ്റാണ് ഇട്ടത്, എന്താ നിങ്ങൾ തമ്മിലെല്ലാം നല്ലതായിട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 22 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ബ്ലോക്കേജസ് ഉണ്ട്. സോളാർ പ്ലെക്സസ് ചക്രയും ക്രൗൺ ചക്രയും ബ്ലോക്കേജസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോളാർ പ്ലെക്സസ് ചക്ര ബ്ലോക്കേജസ് ആകുമ്പോൾ ഹെൽത്ത് പ്രോബ്ലം, ഇല്ല എങ്കിൽ ഫാമിലി പരമായിട്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ മദർ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട് എങ്കിൽ കാര്യങ്ങളെല്ലാം പതുക്കെ ബാലൻസിലാകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് സ്പേസ് അവർക്ക് നിങ്ങൾ കൊടുക്കുക. അവർ തനിച്ച് കുറച്ച് സമയം ഇരുന്ന് ഹീലാകുന്നതിന് നിങ്ങൾ സ്പേസ് കൊടുക്കുക. പതുക്കെ ബാലൻസിലാവുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും. എന്തൊക്കെ അതർ സിറ്റുവേഷൻസ് ആണോ ഉള്ളത് അതെല്ലാം എൻഡിങ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു എൻഡിങ് ആവുന്നതിന് ഇവർക്ക് കുറച്ച് സമയം വേണം. നിങ്ങളപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് സമയം ഇവർക്ക് കൊടുക്കുക. പെട്ടെന്ന് എല്ലാ കാര്യവും എൻഡാക്കാൻ സാധിക്കത്തില്ല, കുറച്ച് സമയം എടുക്കുക. അപ്പോൾ അതിൻ്റേതായ ഒരു നിങ്ങളും മനസ്സിലാക്കുക. ഇപ്പോൾ അവർ വളരെ സഫറിങ് ആയിട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 22 മണിക്കൂറിൽ ഭയങ്കരമായിട്ട് ഒരു സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഒരു 22 മണിക്കൂറിന് ശേഷം കാര്യങ്ങൾ നേരെയാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് വരുന്ന ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിന് കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ വരാൻ പോകുന്ന 27 മണിക്കൂർ നിങ്ങൾക്കും ട്രബിളും പ്രോബ്ലംസും ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ലോകത്തിനോട് അല്ലെങ്കിൽ അവരുടെ അതർ സിറ്റുവേഷൻ ആരാണോ, അവർ ഫാമിലിയാണോ തേർഡ് പാർട്ടിയാണോ ആരോടും വഴക്കിടുന്നതിന് അവർ തയ്യാറാണ്. കാരണം നിങ്ങളെ അത്രമാത്രം ഇവർ സ്നേഹിക്കുന്നു. അതിനുവേണ്ടി ഈ ഒരു ലോകത്തിനോട് തന്നെ യുദ്ധം ചെയ്യാൻ ഇവർ തയ്യാറാണ്. നിങ്ങൾ മാത്രമാണ് ഇവർക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ആരോടും ഇവർ വഴക്കിടും, യുദ്ധം ചെയ്യും. ഇനി നിങ്ങളോട് നിങ്ങളുടേതായ രീതിയിൽ ആക്ഷൻ എടുക്കാൻ ഇവർ പറയുമ്പോൾ, അതായത് ഇവരുടെ ഭാഗത്തുനിന്ന് എല്ലാം ഓക്കെ ആയി, ഞാൻ എൻ്റെ വീട്ടുകാരെ എല്ലാം വെറുപ്പിച്ച് നിനക്ക് വേണ്ടി ആക്ഷൻ എടുത്തു, ഇനി നിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം പറയാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും, എൻ്റെ അച്ഛനും അമ്മയുടെ സമ്മതം ഇല്ലാതെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറയുകയാണ് എങ്കിൽ ഇവിടെ ഇവർക്ക് തന്നെ തോന്നും, ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് എൻ്റെ വീട്ടുകാരെ എല്ലാം വെറുപ്പിച്ച് ഈ വ്യക്തിക്ക് വേണ്ടി ആക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ ഇവർ ഇങ്ങനെ പറയുകയാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കിടയിലുള്ള സിറ്റുവേഷൻസ് വീണ്ടും മോശമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ ആക്ഷൻ എടുത്തിട്ട് നിങ്ങൾ പിന്മാറുകയാണ് എങ്കിൽ കുറച്ചും കൂടെ മോശം അവസ്ഥയിലേക്ക് പോകും നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇനി ചിലപ്പോൾ നിങ്ങളായിരിക്കും അങ്ങോട്ട് അവരെ ശല്യം ചെയ്യുന്നത്. ഞാൻ എൻ്റെ പേരൻസിനോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എൻ്റെ പേരൻസിനെ കാണൂ, കണ്ടിട്ട് നമ്മൾ തമ്മിലുള്ള വിവാഹ കാര്യം സംസാരിക്കൂ, അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ചിലപ്പോൾ ഇവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഹെവി എനർജി ഈ ഒരു ടൈം പീരീഡിലായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടുകയോ വഴക്കിടാനോ തോന്നും. കാരണം ഇപ്പോൾ എനിക്ക് സമയമില്ല, കുറച്ച് സമയം എനിക്ക് വേണം എന്നുള്ള രീതിയിലായിരിക്കും അവർ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് അവർ പറഞ്ഞ് പുഷ് ചെയ്യുകയാണ്, പെട്ടെന്ന് എൻ്റെ പേരൻസിനെ കാണൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരോട് നിങ്ങൾ സ്നേഹത്തിൽ ഇടപെടുവാൻ ശ്രമിക്കുക, അതേപോലെ നിങ്ങളുടെ കൂടെ ഉള്ളവരോടും നിങ്ങൾ സ്നേഹത്തിൽ ഇടപഴകാൻ ശ്രമിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്.
ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള പീരീഡിൽ കൂടിയാണ് അവർ പോകുന്നത് എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഡിവൈൻ്റെ എനർജി പ്രൊട്ടക്റ്റ് നൽകുന്നതാണ്. അവരുടെ ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നേരായ വഴി കാണിച്ചു തരാൻ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ അത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഈ ടൈം പീരീഡിൽ ആരുടെയും വാക്കുകൾ വീണ് പോയി ഒരു ആക്ഷനും എടുക്കരുത് എന്നാണ് ഈ ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.